പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ജനവാസ മേഖലകളെ ഭീതിയിലാഴ്ത്തി കാട്ടാനക്കൂട്ടം. വൈദ്യുതി വേലികളുണ്ടെങ്കിലും അവയൊക്കെ തകർത്തുകൊണ്ടാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തുമ്പോൾ വനം വകുപ്പിന് വിവരമറിയിക്കുന്നു. അവർ എത്തുന്നു, നാട്ടുകാരുടെ ഒപ്പം ചേർന്ന് വനത്തിലേക്ക് പായിക്കുന്നു. മണിക്കൂറുകൾക്കകം വീണ്ടും കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി സ്വൈരജീവിതം കെടുത്തുന്നു. പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ തച്ചക്കോട്, ചിറമല, പൊട്ടൻകുഴി, പൂങ്കുളഞ്ഞി തുടങ്ങി ജനവാസ മേഖലയിലാണ് ഭീതി പരത്തി ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. SFCKയുടെ ഭൂമിയിൽ തച്ചക്കോട്, പൂങ്കുളഞ്ഞി, മാങ്കോട് പ്രദേശങ്ങളിൽ പുതുതായി വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് SFCKയുടെ റബ്ബർ, കശുമാവ് ഉൾപ്പെടെ കൃഷിയും സ്വകാര്യ വ്യക്തികൾക്ക് ഏക്കർ കണക്കിന് പാട്ടത്തിന് നൽകിയിട്ടുള്ള കൈതകൃഷിയും സംരക്ഷിക്കാനായി മാത്രമാണെന്നും ആനയിറങ്ങി വരുന്ന വനാതിർത്തിയിൽ വൈദ്യുതി വേലിയോ കിടങ്ങുകളോ സ്ഥാപിക്കാതെ ജനങ്ങളെ വിട്ടുകളാക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. SFCK നിർമ്മിച്ച വൈദ്യുത വേലി ആനകൾ മരം പിഴുതിട്ട് തകർത്ത ശേഷം ജനവാസ മേഖലയിൽ ചക്കയും കൈതച്ചക്കയും തിന്നാനെത്തുന്നുണ്ട്. ആനകളെ തുരത്തി ഉൾവനത്തിലേക്ക് വിടാൻ അധികൃതർ വേണ്ടുന്ന നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പത്തനാപുരം പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ജനവാസ മേഖലയായ തച്ചക്കോട്, പിറമല, പൊട്ടൻകുഴി, പൂങ്കുളഞ്ഞി, കടശ്ശേരി ഭാഗത്താണ് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത്. ഉച്ചയോടെ പ്രദേശവാസികൾ ശബ്ദം വെച്ചും പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും ആനകളെ തുരത്തിയെങ്കിലും വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കുട്ടിയാനയും അടങ്ങുന്ന കാട്ടാനക്കൂട്ടം. 3 മാസങ്ങൾക്ക് മുമ്പ് കൂട് സ്ഥാപിച്ച് പുലി അകപ്പെട്ട പ്രദേശത്തിനടുത്തായാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. SFCK തൊഴിലാളി കുടുംബങ്ങളും നിരവധി പേർ പാർക്കുന്ന സ്ഥലവുമാണ് ഇവിടെ. കാർഷിക വിളകൾ ഒന്നുപോലും ഇല്ലാതെ നശിപ്പിക്കുന്നതിനാൽ കർഷകരും ദുരിതത്തിലാണ്. വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചാൽ ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയുന്നതല്ലാതെ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ തച്ചക്കോട്, ചാച്ചിപ്പുന്ന, മാങ്കോട് പ്രധാന റോഡിൽ തച്ചക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. ആനക്കൂട്ടത്തിന് മുമ്പിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രികരടക്കം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രികർ സഞ്ചരിക്കുന്ന പാതയിലാണ് കാട്ടാനക്കൂട്ടം മിക്ക ദിവസങ്ങളും എത്തുന്നത്. സ്ത്രീകളടക്കമുള്ള തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇവിടെ കാട്ടാന, പുലി, പന്നി, കാട്ടുപോത്ത്, കേഴ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. വൈദ്യുതി വേലികളും കിടങ്ങുകളും നശിപ്പിച്ചാണ് പകലും രാത്രിയുമായി ആന ഉൾപ്പെടെ വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത്. വനം വകുപ്പ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അടക്കമുള്ള അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.